ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഫസ്റ്റ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ടൂറിലാണ്, ഫ്രൂട്ടുകളുടെ തേടിയിട്ട് പുതിയ വെറൈറ്റികൾ തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഇതാണ് കസ്തൂരി എന്ന് പറഞ്ഞ മാങ്ങ. പണ്ട് നമ്മുടെ നാട്ടിൽ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു, അത് കായ്ക്കൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് കസ്തൂരി മാങ്ങേൻ്റെ ഇവരെ ഒരു ഗാർഡനിലെ ഒരു ഷോ പ്ലാന്റാണ്. ഞാൻ കുറേ ചോദിച്ചു, അവർ തരുന്നില്ല. അപ്പം മോഹവലൊക്കെ കൊടുത്തു, എന്തിലും അവർ തരുന്നില്ല. ഇതാണ് കാട്ടിമൂണ് കൊല കുത്തി കായ്ക്കുക എന്നൊക്കെ പറഞ്ഞത്. ഒരു ചെറിയ ഡ്രമ്മിലാണിത്, ഒരു ചെറിയ ടൈമിലാണ് ഈ കായ്ച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് ഫുൾ മണ്ണിലാണെങ്കിൽ എത്ര അതിൻ്റെ കായ്ഫലം കിട്ടും എന്നുള്ളത് നമ്മളൊന്ന് ഊഹിച്ചാൽ മതി. ഇത് റെഡ് ഡൈവറിൻ്റെ ഒരു മാവാണ്. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു വലിയ താഴെ വെച്ചൊരു മരമാണിത്. അവർ 6 വർഷമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുള്ളൊരു വളർച്ചയൊന്നും നമ്മളെ നാട്ടിലെ നമ്മളെ തൈകൾ നോക്കുന്ന പോലെ ഒന്നും അവരവിടെ വളപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറൊന്നും കാണുന്നില്ല. അവർ അതിൻ്റെ ഇഷ്ടത്തിന് മരം അതിൻ്റെ ഇഷ്ടത്തിന് വളരുന്ന ഫംഗസ് കാര്യങ്ങളൊക്കെ അതിമുണ്ട്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കുറവാണ്, കാരണം അവർക്കത് നോക്കിയെത്താത്തതുകൊണ്ടാണ് അത്രയും തൈകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് റെഡ് ഡൈവറിൻ്റെ മാങ്ങ. ജസ്റ്റ് ഒന്ന് ആയിട്ടില്ല, ജസ്റ്റ് നമ്മളെക്കാട്ടി 2 മാസം ബാക്കിലാണ് അവർ സീസൺ. ഇപ്പോൾ അവിടെ ഇങ്ങനെ വിരിഞ്ഞ് ചെറിയ മാങ്ങകളായിട്ടുള്ളൂ. ജസ്റ്റ് റെഡ് ഡൈവറിൻ്റെ മാങ്ങ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീഡിയം തൈകളും ചെറിയ തൈകളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു ആൾ സീസൺ മാങ്ങയാണ് ഈ കാട്ടിമൂൺ എന്ന് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. ഇത് വഴിയിലുള്ളതാണ്, ഒക്കെ കൊഴിഞ്ഞു പോയി. ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ കൊണ്ടുവരാനുള്ള കാട്ടിമൂണാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ പ്ലാന്റുകളുള്ളത്. ഇത് പിന്നെ ക്യൂജായി ആണ്. ക്യൂജായിൻ്റെ മാങ്ങ ഫുൾ കായ്ച്ചതാണ്, ഫുൾ കായ്ച്ച തൈകളാണ് കൊണ്ടുവരുന്നത്. ഇത് ബനാന മാംഗോൻ്റെ 1.5 തൈകളാണ്. ഒക്കെ മെച്ചൂർഡായ ഫുള്ള് ഫ്രൂട്ടിങ് തുടങ്ങിയ ചെറിയ ഡ്രമ്മിലുള്ള തൈകളാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഈ പ്രാവശ്യത്തെ വണ്ടിയിലുള്ള സാധനങ്ങൾ. അപ്പോൾ ജസ്റ്റ് അത് വണ്ടിയിൽ കയറ്റുന്നതിൻ്റെ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഫുൾ ബഞ്ചായിട്ട് കാഴ്ച നിൽക്കുന്ന ബനാന മാംഗോ ആണ്. അത് എത്രത്തോളം അവിടെ എത്തുമെന്നുള്ളത് അറിയില്ല. ഇതാണ് നമ്മളെ ക്യൂജായിൻ്റെ വലിയ പ്ലാന്റാണ്. അതും ഡ്രമ്മിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം മാങ്ങകളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒക്കെ അടുത്ത വർഷമൊക്കെ ഇനി മണ്ണിലൊക്കെ വെച്ചാലാണ് അത് പൂർണ്ണ രൂപത്തിലേക്ക് സെറ്റായി വരുള്ളൂ. ക്യൂജായി മാങ്ങ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളൊരു മാങ്ങയാണ്. ഇതിലൊക്കെ ഫുള്ള് മാങ്ങയാണ്, കണ്ടല്ലേ? ഫുള്ള് മാങ്ങയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്യൂജായിൻ്റെ 1.5 മാവുകളാണ്. നമ്മളെ ഗാർഡനിൽ കായ്ച്ചത് ഞാൻ കാണിച്ചിരുന്നു. 1.5 കിലോ തൂക്കം വരുന്ന മാങ്ങയാണ്. ഫുള്ള് കായ്ച്ച തൈകളാണ്. എല്ലാ പ്ലാന്റും ഒരു 19 പ്ലാന്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം ഫ്രൂട്ടഡായ പ്ലാന്റുകളാണ്. വിയറ്റ്നാം മുസമ്പിൻ്റെ പ്ലാന്റാണ്. എത്ര അതിൻ്റെ ഹൈറ്റ് ഇതൊക്കെ കാണിക്കാനാണ്. ഫുള്ള് ഫ്രൂട്ട്, നിറയെ ഫ്രൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് കണ്ടില്ലേ? എല്ലാം ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ വിയറ്റ്നാം മുസമ്പിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരേ സമയത്ത് തന്നെ വലിയ പ്ലാന്റും ഉണ്ട്, വലിയ ഫ്രൂട്ടും ഉണ്ടാവും, അതിൻ്റെ കൂടെ ചെറിയ ഫ്രൂട്ട് ഉണ്ടാവും. ഇതൊരു ഓൾ സീസണാണ്. അതാണ് വിയറ്റ്നാം മുസമ്പിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൊണ്ടുവരാനുള്ള തൈകൾ. ഇത് നാംഡോക്കുമായി ശ്രീമോം പർപ്പിൾ, അതിൻ്റെ തൈകളാണ്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന തൈകളാണ്. ഓൾറെഡി ഫ്രൂട്ടായ തൈകളാണ്. പക്ഷേ നമ്മൾ ഇത് കൊണ്ടുവച്ച് നമ്മുടെ നാട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 1 വർഷം കൂടെ എടുക്കും. അടുത്ത മണ്ണിലേക്കൊക്കെ ഇറങ്ങി പുതിയ തൈകൾ, ഏതൊരു പുതിയ തൈ കായ്ച്ച തൈ കൊണ്ടുവന്നാലും നമുക്ക് കുറച്ചൊരു ടൈം എടുക്കും. ഇതിപ്പോൾ കളറായി ഇങ്ങനെ വരണേ ഉള്ളൂ. അതൊരു 2 മാസം കൂടെ എടുക്കും ഇത് ഫുള്ള് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇതാണ് നാംഡോക്കുമായി പർപ്പിളാണ്. എല്ലാത്തിനും ഇവിടെ ഫ്രൂട്ടാണ്. എല്ലാത്തിനും ഫ്രൂട്ടാണ്, കണ്ടല്ലേ? ഫ്രൂട്ടില്ലാത്ത ഒരു തൈകളും ഇല്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ കോലത്തിലാണ്. ഇനി അവിടെ എത്തുമ്പോൾ എന്താ സ്ഥിതി എന്നെല്ലാം അറിയില്ല. കാരണം ഇതൊക്കെ യാത്രയിൽ മൊത്തം പണി തീരും. എല്ലാം വണ്ടിയിൽ നിന്ന് കിടുങ്ങി അതിൻ്റെ ഫ്രൂട്ടുകളൊക്കെ കൊഴിയാതെ കിട്ടിയതൊക്കെ കിട്ടും, അല്ലാത്തതൊക്കെ പോയത് തന്നെ. എന്തായാലും നമ്മളിവിടുന്ന് എടുക്കുമ്പോൾ ഫ്രൂട്ടായ തൈകൾ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന പ്ലാന്റുകൾ.
ഓൾ ടൈം സപ്പോർട്ടാണ്. ഓൾ ടൈം സപ്പോർട്ട് പൊതുവെ എല്ലാ സപ്പോർട്ടേയും ഓൾ ടൈമാണ്. ഇത് തായ്ലൻഡിൻ്റെ തായ്പത്തി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മളെ കാലാപ്പത്തിയൊക്കെ പോലെ തന്നെ തായ്ലൻഡിൻ്റെ തായ്പത്തി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഫുൾ ടൈം ഫ്രൂട്ടാണ് ഇതിൻ്റെ ചെറിയ തൈകളൊന്നുമില്ല. ഈ 2-3 വലിയ തൈകളുണ്ട്, അത് മാത്രം ഒന്ന് അങ്ങോട്ട് എടുക്കുകയാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യുകയാണ്. മോഹവലൊക്കെ കൊടുത്തിട്ട് എടുക്കുകയാണ്. ചെറിയ ചട്ടിയിലാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യക്കാർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ്. മറ്റേ നമ്മളെ കമാൻഡാളന്മാരെ പോലെ അവിടെ എത്ര ഉള്ളൂ ഇവിടെ എത്ര ഉള്ളൂ നിങ്ങളെന്താ വില പറയാത്തത്, അങ്ങനെ ഓപ്ഷൻ ചെയ്തിട്ട് വിൽക്കേണ്ട സാധനങ്ങളല്ല. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടാകുന്ന നിറയെ ഫ്രൂട്ടും അതിനൊപ്പം തന്നെ ഫ്ലവറും ഒരു ഇടതടവില്ലാതെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് തായ്പത്തി. മിയാസാക്കി പച്ചയാണ്, കളറായിട്ടില്ല, വിരിഞ്ഞ് വരണുള്ളൂ. മിയാസാക്കി കാഴ്ച മിയാസാക്കികളാണ്. ത്രീ ടേസ്റ്റ് മാംഗോ. കസ്തൂരി, നാംഡോക് മായി, മിയാസാക്കി, ബനാന മാംഗോൻ്റെ ചെറിയ തൈകളിലാണ് ഈ കായ് ഉണ്ടായിട്ടുള്ളത്. നാംഡോക് മായി, പർപ്പിൾ, ഇതൊക്കെ ബനാന മാംഗോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നല്ല തൈകൾ മിയാസാക്കിയും ബനാന മാങ്കയൊക്കെ കണ്ട് തിരഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ കുറച്ച് തൈകൾ ബനാന മാങ്ങ 15 തൈ ഒരു മീഡിയം പ്ലാന്റുമ്പോൾ കാഴ്ച കണ്ടപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഹെവി പ്ലാന്റ് മാത്രം പോരല്ലോ, കുറച്ച് മീഡിയം പ്ലാന്റ് എടുത്തിട്ടുണ്ട് കാഴ്ചത്. ഇനി അതൊക്കെ ഒരു കരക്ക് അവിടെ എത്തിക്കണം. ഇതൊക്കെ ഓരോ 50, 40, 90 കിലോമീറ്റർ വിട്ടിട്ടാണിത് നമ്മൾ പോയി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് ഓരോ വണ്ടികൾ വിളിച്ചിട്ട് വേണം. ഇപ്പോൾ മിയാസാക്കി കയറ്റി കണ്ടിരിക്കുകയാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളിത് ഇവിടെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം പലരും ഇപ്പോൾ അവിടെ നിന്ന് തൈകൾ കൊണ്ടുവരുന്നതാണ്. പാക്കിങ് ചാലായി കണ്ടിരിക്കുകയാണ്. ഓരോ മാങ്ങനെ സെപ്പറേറ്റ് കവറിട്ട് കെട്ടിയിട്ടാണ് ഇത് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നത്. ഓരോ മാങ്ങ പിടിച്ച് കെട്ടി അതിനെ സെപ്പറേറ്റ് പൊട്ടാതിരിക്കാൻ. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം മാങ്ങകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും സേഫാക്കിയിട്ടാണ് അവിടുന്ന് കൊണ്ടുവരാൻ. എങ്കിലും ഇനിയും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓരോ മാങ്ങനെയും കെട്ടി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ മിയാസാക്കിൻ്റെ ആണ്. മിയാസാക്കിയൊക്കെ കെട്ടി അവിടെ എത്തുമ്പോഴേക്ക് ഫുള്ള് ഫ്രൂട്ടഡ് പ്ലാന്റുകളാണ്. റെഡ് പോമിലോൻ്റെ ഹെവി പ്ലാന്റാണ്. ഫുള്ള് ഫ്രൂട്ട് ചെയ്തിട്ടുള്ള ബുഷി പ്ലാന്റാണ്. ക്യൂജായ് മാംഗോൻ്റെ ഹെവി പ്ലാന്റ് ആണ്. കിങ് ഓഫ് ചക്കാപത്തിൻ്റെ തൈകളാണ്. ഒക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പച്ചയിൽ അധികം പുളിയൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി ആണ്. ഇപ്പോൾ നമ്മൾ പച്ച കഴിക്കാനിപ്പോൾ പറ്റിയിട്ടുള്ളൂ. എൻ്റെ കളർ കണ്ടില്ല, കിങ് ഓഫ് ചക്കാപത്ത് മെച്ചൂറായപ്പോഴുള്ളൊരു കളറാണത്.
നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു ട്രീറ്റ്മെൻറ്റൊന്നും അവരാരും കൊടുക്കുന്നില്ല. എന്നിട്ടും അവിടെ നന്നായി കായ്ക്കുന്നുണ്ട്. നമ്മളെ നോട്ടം കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. ഇത് കാട്ടിമൂണിൻ്റെ ഹെവി പ്ലാന്റാണ്. കാട്ടിമൂൺ ഫുൾ ഹെവി പ്ലാന്റാണ്. ഒരു 8 വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ശരിയാണ്. മോഹവില കൊടുത്ത് കൊണ്ടുവരികയാണ്. ഇനി മറ്റേ 200 റുപ്യേൻ്റെ തൈ വാങ്ങുള്ളൊരു വന്നിട്ട് ഇത് നമുക്ക് നോക്കന്നെ വേണ്ട കേട്ടോ. ഇതൊക്കെ ഇനി പറയണ്ട, ഭയങ്കര അഹങ്കാരിയാണോ എന്ന്. പകരമല്ല പുതിയ കമൻറ്റ്. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടത് അവർക്ക് ആഗ്രഹിക്കാൻ പാടുള്ളൂ കേട്ടോ. ലോഡിങ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ലെമണിൻ്റെ തൈകളാണ് ഒക്കെ. ഫ്ലവർ ചെയ്ത് മെച്ചൂർഡായ പ്ലാന്റുകളാണ്. ഇനി ഇത് അവിടെ എത്തുമ്പോഴേക്ക് ഇതൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും പിറ്റത്തെ ആഴ്ച തന്നെ അത് ശരിയായിട്ട് വരും. ഇതാണ് പാകിസ്ഥാൻ ലൈം. ബനാന മാംഗോ എല്ലാം റെഡി ആയിട്ടുണ്ട്. പാക്ക് ചെയ്തിട്ട് ഇതൊക്കെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങയാണ്. ഓരോ കെട്ടിൻ്റെ ഉള്ളിലും മാങ്ങയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് സാധനം ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ലോഡിങ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ലോഡിങ് തുടങ്ങും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കൊണ്ടുവരാനുള്ള വലിയ ഹെവി പ്ലാന്റുകൾ. ഇത് ബനാന മാംഗോൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഇത് വൈറ്റ് ഡയമണ്ടിൻ്റെ ജപ്പാൻ പേരിൻ്റെ വൈറ്റ്, അതിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. വിയറ്റ്നാം മുസംബി. ഇത് കിങ് ഓഫ് ചക്കാപത്തിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഇപ്പോൾ ഒരാഴ്ച ഇവിടെ വെച്ച് വെള്ളമൊക്കെ കൊടുത്ത് ക്ഷീണമൊക്കെ മാറ്റി വീണ്ടും നമ്മൾ ഇവിടുന്ന് കയറ്റാനുള്ള പരിപാടിയിലാണ്. ഇത് നമ്മുടെ വിയറ്റ്നാം മുസംബിയാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മാങ്ങകൾ. 3 ടേസ്റ്റ്, റെഡ് ഐവറി, ക്യൂജായി ഒക്കെ മാങ്ങോട് കൂടിയിട്ടുള്ള തൈകളാണ്. ഈ കെട്ടിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങയാണ്. അപ്പോൾ ഇത് കേടുവരാതിരിക്കാനുള്ളതാണ്. ഇത് മിയാസാക്കിൻ്റെ കട്ട് ചെയ്ത പ്ലാന്റുകളാണ്. ഇത് കുറച്ച് നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ ലെവലായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി അവിടെ കൊണ്ടുപോയിട്ട് വേണം ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാൻ. ഇതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. ഈ ഇന്ത്യൻ മുസംബിൻ്റെ പ്ലാന്റുകളാണ്. റെഡ് ഐവറി, റെഡ് പാൾമർ, റെഡ് ഐവറി, മിയാസാക്കി, കാട്ടിമൂണിൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാട്ടിലെത്തിയിട്ട് പുതിയ വീഡിയോ ആയിട്ട് അവിടെ എത്തിയിട്ടുള്ളതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ വലിയ മാവുകൾ ബനാന മാംഗോ ക്യൂജായി ഒക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു നഴ്സറിയിലല്ല, വ്യത്യസ്ത 10-15 നഴ്സറികളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതെല്ലാം ഒരു ഭാഗത്ത് സ്വരൂപിച്ച് അവിടെ നിന്നാണത് കയറ്റി നമ്മൾ ലോഡാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടും വർക്കും കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഈ കിണറ്റിലെ തവളകൾ കിടന്നിട്ട് കമൻ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അവർക്ക് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കയ്യിലണ്ട് പൊന്തിച്ച് ഊതി വിട്ട് നേരെ തിരൂര് വന്ന് വീണ് അവിടുന്ന് നമ്മൾ വിൽക്കുകയാണെന്നാണ് അവറ്റങ്ങളൊക്കെ വിചാരം. അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ അവരോടൊന്നും പ്രതിപാദിക്കാറില്ല. അതിൻ്റെ ബാക്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്, പാക്ക് ചെയ്തതിൽ എത്ര ഡാമേജ് വരും, എത്ര നഷ്ടപ്പെടും. അപ്പോൾ അതിനുള്ള ലേബർ ചെലവുകൾ തൊട്ടാ പൈസയാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇത് കാട്ടിമൂണ്ട വലിയ വലിയ പ്ലാന്റുകളാണ് ഈ കൊണ്ടുപോകുന്നത്. ഇതാണ് അമേരിക്കൻ റെഡ് പാൾമറിൻ്റെ ഹെവി പ്ലാന്റാണ്. അതൊക്കെ ഓൾറെഡി ഓരോരുത്തർ ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്.
അപ്പം ആവശ്യക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്ലാന്റുകൾ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ മീഡിയം പ്ലാന്റുകളുണ്ട്, ഒരു 3-4 റേഞ്ചിലുള്ള പ്ലാന്റുകളുണ്ട്. റെഡ് പാൾമറിൻ്റെ തന്നെ ഇത് സുറിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഡൽഹിക്കാരൻ മാങ്ങയാണ്. ടേസ്റ്റി ഉള്ളതും ഒരു ചെറിയ കളർഫുള്ളാണ്, ഓവർ കളറില്ലാത്ത ഒരു മാങ്ങയാണ്. എന്നാൽ കാഴ്ചയിൽ ഒരു കളർഫുൾ മാങ്ങ തന്നെയാണ് സുറിയ. അത് ഡൽഹി അവർ വികസിപ്പിച്ചാണ്. ഇന്ത്യയിലുള്ള ഏത് കാലാവസ്ഥയിലും കായ്ക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് അവരത് റിസർച്ച് ചെയ്തിട്ടാണ് അത് ഇറക്കിയിട്ടുള്ളത്. പൂശൻ്റെ ഒരുപാട് മാങ്ങകളുണ്ട്, രാലിമാരണിക, അങ്ങനെ കുറേ മാങ്ങകളുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ റിസൾട്ട് കിട്ടിയൊരു മാങ്ങയാണ് സൂര്യ. അപ്പം അതിൻ്റെ ജസ്റ്റ് കുറച്ച് തൈകൾ എടുത്തിട്ടുണ്ട്. ഇത് റെഡ് ഐവറിയാണ്. റെഡ് ഐവറിൻ്റെ ഒരു മീഡിയം ചെറിയ ഡ്രമ്മിൽ വെച്ച പ്ലാന്റുകളാണ്. അപ്പോൾ അങ്ങനത്തെവർക്കും മീഡിയം വേണ്ടവർക്ക് മീഡിയം, ഹെവി വേണ്ടവർക്ക് ഹെവി, ചെറുത് കായ്ക്കാത്തത് വേണ്ടവർക്ക് കായ്ക്കാത്തത്, അങ്ങനെ വ്യത്യസ്ത ഗ്രേഡിലുള്ള മാവുകളാണ് ഇപ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കളർഫുള്ള് മാങ്ങകൾ കാര്യങ്ങളൊക്കെ. ഇതാ നമ്മുടെ നാംഡോക്കുമായി ശ്രീമോങ് ഉണ്ട്, അതേപോലെ തന്നെ ചിങ് ഓഫ് ചക്കപ്പത്ത് ഉണ്ട്. ഒക്കെ അത് ഓരോന്ന് സെലക്ട് ചെയ്ത് ഫ്രൂട്ടുള്ളത് മാത്രം തിരഞ്ഞ് സെലക്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് അവിടെ നിന്ന് അവരൊപ്പം നിന്നിട്ടാണ് നമ്മളിത് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നത്. ഇത് ശ്രീമോമാണ്. നാംഡോക്കുമായി പർപ്പിൾ എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന മാങ്ങയാണ്. അപ്പോൾ ഇതൊക്കെ മാങ്ങ അവിടെ എത്തുമ്പോഴൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വേറെ കാര്യമെങ്കിലും നമുക്ക് കായ്ച്ച് തയ്യാന്നുള്ളൊരു ഉറപ്പിൻ്റെ മേലെയാണ്. വീണ്ടും അത് കായ്ക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇപ്പം തന്നെ കായ്ച്ചു കഴിഞ്ഞാൽ അത് കായ്ക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ലോഡിൽ വരുന്ന സാധനങ്ങൾ. കൂടുതൽ വിശേഷങ്ങളും ഇതിൻ്റെ മറ്റുള്ള റിസൾട്ടൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബായ്. ഇത് റസാഖ് തിരൂർ.